പ്രിയമുള്ളവർക്കെല്ലാവർക്കും സെയിൻ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സമയം ഒരുപാട് വൈകിയാണ് ഇന്ന് എണീറ്റത്. ദൂരെ എങ്ങാണ്ടോ നിന്ന് ഒഴുകിയെത്തുന്ന മൺമറഞ്ഞ ഗസൽ ഗായകൻ്റെ സുറുമയെഴുതിയ മിഴികളെക്കുറിച്ചുള്ള വർണ്ണനകൾ കേൾക്കുന്നുണ്ട്. ഗസൽ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഒറ്റയ്ക്കിരിക്കുന്ന സമയത്തും യാത്രകളിലുമെല്ലാം ഗസൽ ഞാൻ ആസ്വദിക്കാറുണ്ട്. സെയിൻ എണീക്കുന്നത് വരെ ഇവിടെ സൈലൻ്റ് ആയിരിക്കും. അതിനെന്താ, ഇവരുണ്ടല്ലോ തികച്ചും ഒച്ചയും ബഹളവും പരാതിയുമൊക്കെയായി പുലരിക്ക് തുടങ്ങും. ഇന്ന് തമ്പുരാൻ്റെ ഓർഡറാണ് ചപ്പാത്തി വേണമെന്നുള്ളത്. ചപ്പാത്തി ഇതുപോലെ വെളിച്ചെണ്ണയിലോ നെയ്യിലോ നല്ലവണ്ണം പൊരിച്ചെടുക്കണം. ഇനി എൻ്റെ ഉണ്ണിത്തമ്പുരാനെ വീഴ്ത്തിയ ഒരു കറി കൂടി ഞാൻ നിങ്ങൾക്കായി കാണിക്കാം. ചപ്പാത്തിയിലേക്ക് ഈ ഒരു കറി നല്ല ടേസ്റ്റാണ് കേട്ടോ. വെളിച്ചെണ്ണയിൽ സവോള ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക. അതിലേക്കൊരൽപ്പം ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. സവോള നന്നായി വഴന്നതിന് ശേഷം നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിൻ്റെ ഒരു പച്ചമണം പോയതിന് ശേഷം നമുക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. തേങ്ങ അരക്കുന്ന സമയത്ത് ചെറിയ ഉള്ളിയും ഒരല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാൻ മറക്കല്ലേ. ചെറുതായിട്ടൊന്ന് തിളച്ച് കുറുകിയാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കറിവേപ്പിലയുള്ളവർ കറിവേപ്പില ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ കറിവേപ്പിലയില്ല. ഇനി തമ്പുരാന് സ്പെഷ്യൽ പ്ലേറ്റിലാണ് വിളമ്പാറുള്ളത്. ഞങ്ങൾക്കിടയിൽ എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഈ ഒരു ഉള്ളിക്കറി നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടമായാൽ അതിൻ്റെ ഫീഡ്ബാക്ക് അയക്കാനും മറക്കാതിരിക്കുക. രാവിലത്തെ ചായയുടെ തിരക്കൊക്കെ കഴിഞ്ഞ് വീട് വൃത്തിയാക്കലും കഴിഞ്ഞ് വെയിൽ നന്നായി ചൂട് തുടങ്ങി. ഇനി 10-11 മണിക്കിടയിൽ എന്തെങ്കിലും ഒന്ന് ചെറിയ തട്ടിക്കൂട്ട് ഉണ്ടാക്കിയെടുക്കാറുണ്ട്. അതിനായി പഴം വാട്ടിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ പഴം വാട്ടിയെടുത്താൽ സെയിന് വളരെ ഇഷ്ടമാണ്. വല്ലാതെ പഴുപ്പ് എത്താത്ത പഴമാണ് ഇതിനെടുത്തിട്ടുള്ളത്. നല്ല വീതിയുള്ള കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് നെയ്യിലൊന്ന് മൂപ്പിച്ചെടുത്തിരിക്കുകയാണ്. വളരെ ടേസ്റ്റിയാണിത്. നമ്മൾ പഞ്ചസാരയൊന്നും ചേർക്കണ്ട. അങ്ങനെ പ്ലേറ്റിലാക്കി ഫോർക്കൊക്കെ വെച്ച് മുറ്റത്തിരുന്നിട്ടാണ് കഴിക്കുന്നത്. നല്ല ചൂടുണ്ട്. അതിൻ്റെ ഒരു വിമിഷ്ടമൊക്കെ സെയിന് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചൂടുണ്ടോ? ചായ കുടിയുടെ തിരക്കൊക്കെ കഴിഞ്ഞ് ഇനി പുതിയതായി ഇറങ്ങിയ ഒരാളെ നമുക്ക് പരിചയപ്പെടാം. അമ്മക്ക് വിരിഞ്ഞ 4 കുഞ്ഞുങ്ങളിൽ ഒരുവളാണിത്. വിരിഞ്ഞിറങ്ങിയ ഈ ഒരു പരുവത്തിൽ മാത്രമാണ് നമുക്ക് കയ്യിലെടുക്കാൻ കഴിയുകയുള്ളൂ. പിന്നീട് വലുതായാൽ അവരെ നമുക്ക് തൊടാൻ കിട്ടില്ല. എല്ലാം കണ്ടും കേട്ടും ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച 2 വിഭവങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ഇനേബിൾ ചെയ്തിടാൻ മറക്കാതിരിക്കുക. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.